ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബ്ലൗസിനെ നമ്മൾ പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് പഴയ വീഡിയോകളിലൊക്കെ ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ശരി, നമുക്കൊന്ന് പുതിയതായിട്ട് തുടങ്ങാമെന്നും പറഞ്ഞ് ഇന്ന് നമ്മളിതിൻ്റെ അളവെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആളുന്ന ഓപ്ഷൻ, അങ്ങനെ തന്നെ പല കാര്യങ്ങളുണ്ട്. ലൈക്ക്, കമൻറ്റും ഒക്കെ എല്ലാം നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് ഇതെന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൗസ് അമ്മയുടെ ബ്ലൗസ് കേട്ടോ. ഇത് നല്ല ചുരുക്കം ഉണ്ടായിരുന്ന സംഭവം, അങ്ങനെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ അയൺ ചെയ്തിട്ടുണ്ട്. അയൺ ചെയ്ത സാധനമാണ്, പക്ഷേ അയൺ ചെയ്തത് പറയത്തില്ല, കണ്ടോ ചുരുക്കമുണ്ട്. അപ്പം നമുക്ക് ഇവനെ ഒന്ന് അളവെടുക്കാം. അപ്പോൾ അളവെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇത് ഞാനൊരു ഫോട്ടോ ആയിട്ടിട്ടേക്കാം. ഇത് ഫസ്റ്റ് ഉയരം എന്ന് വെച്ചാൽ പൊക്കം, ചുറ്റളവ്, മുൻകഴുത്ത്, മൂക്ക അകലം എന്ന് വെച്ചാൽ മുൻകഴുത്ത് അകലം, പിന്നെ മുൻകഴുത്ത് ഉയരം, ആം ഹോള്, ഷോൾഡർ, പിൻകഴുത്ത് ഉയരം, കൈ, പടി, പിന്നെ ഡാട്ട്, നമ്മൾ ഫ്രണ്ട് ഡാട്ട് പിടിക്കുമല്ലോ, ഡാട്ട് ഫസ്റ്റ് സൈഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പടിയുടെ അളവൂടെ ചേർത്ത് എഴുതണം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഒരു പേപ്പർ പൊഴിഞ്ഞ് വേണം. അപ്പം നമുക്ക് ആദ്യം കാണാനുള്ളത് ഉയരം എത്ര ഉണ്ടെന്നാണ്. ഉയരം എത്ര ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ഈ ബ്ലൗസിനെ അങ്ങോട്ട് കമത്തി കിടത്തണം. ഇവനെ കമത്തി കിടത്തിയിട്ട് ഈ ഷോൾഡർ ഉണ്ടല്ലോ, വീഡിയോ പോകുന്നുണ്ടൂടെ, കണ്ണും കാണാൻ വയ്യ. ഓക്കെ, പോകുന്നുണ്ട്, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വേണം നമ്മൾ ഈ ടേപ്പ് വയ്ക്കാനുള്ളത്. ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഇവിടെ ഡാട്ട് പിടിച്ചിട്ടുണ്ടല്ലോ പുറകുവശത്ത്, അതുവരെ നമ്മൾ നല്ല വലിച്ചു പിടിക്കണം. കാര്യം ചുരുങ്ങിയിട്ടുണ്ട്. ഓരോ തുണിയൊക്കെ നല്ല കറക്റ്റായിട്ട് നിൽക്കും, പക്ഷേ ചിലത് ചുരുങ്ങി. ഇതിപ്പോൾ നമുക്ക് 13 കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ 13 കിട്ടുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് മേലെ ഷോൾഡറിൻ്റെ എവിടെയും തയ്യൽ തുമ്പ് വിടണം, പിന്നെ താഴെ മടക്കി അടിക്കാനുള്ളതും വേണം. അപ്പം നമ്മൾ ആകെ മൊത്തം ഒരു 2 ഇഞ്ച് വിടുന്നുണ്ട് കേട്ടോ. 13 പ്ലസ് കയ്യിലൊരീച്ച 13ൻ്റെ കൂടെ 2, അപ്പോൾ 15 നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. 15 നമ്മുടെ ഉയരമാണ്. 15 നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്തത് കാണാനുള്ള ചുറ്റളവെന്ന് എഴുതിയിട്ടുണ്ട്. ചുറ്റളവെന്ന് വെച്ചാൽ ഈ മൊത്തം ചുറ്റളവ് ഫുള്ള് വരുമല്ലോ. നമ്മൾ ഈ ഒരു സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, അപ്പോൾ അത് അതിൻ്റെ 4/1 ഭാഗം. അപ്പം നമ്മളെ ഈ തമിഴ്നാട്ടിൽ ഹൂക്ക് വയ്ക്കുന്നത് ഇടതുവശത്താണ്, കേരളത്തിൽ വലതുവശം. അപ്പോൾ ഏത് സൈഡാണ് ഒരു ഈച്ച തന്നെ കളിപ്പിക്കുന്നത്, ഏത് സൈഡാണ് നമ്മൾ ഹൂക്ക് ചെയ്യുന്നത് ആ സൈഡിൻ്റെ അളവ് പിടിക്കുന്നത് കറക്റ്റ്. എന്നാൽ ഇത് അറ്റാച്ചിങ് ആയതുകൊണ്ട് ഇതങ്ങനെ ചെയ്യരുത്, ഇത് വേണം ചെയ്യാൻ. അപ്പോൾ ചുറ്റളവ് ചെയ്യുന്നത് നമ്മുടെ ഈ ഹൂക്കിൻ്റെ എൻഡ് ഉണ്ടല്ലോ, ഹൂക്കിൻ്റെ എൻഡിൽ നിന്ന് ആം ഹോൾ ജോയിൻ്റ് വരെ അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഇപ്പം നമുക്ക് ഇതിനകത്തൊരു 9 വരുന്നുണ്ട്. അപ്പോൾ 9ൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി 1.5 വയ്ക്കുന്നത്. ചുറ്റളവ് നമുക്ക് 9 പ്ലസ് തയ്യൽ തുമ്പ് എത്ര പറഞ്ഞത് 1.5 പോയിട്ട് 10.5 വന്നിട്ടുണ്ട് നമുക്ക്. 10.5. അടുത്തത് മുൻകഴുത്ത് അകലം. കഴുത്തിൻ്റെ അകലം എങ്ങനെയാണെന്ന് റെഡിയാക്കാം. അത് എല്ലാ അളവെടുക്കുന്നത് ഈ ഹൂക്ക് ഏത് സൈഡ് വെച്ചേക്കുന്നത്. നിങ്ങളിപ്പോൾ ഹൂക്ക് നമ്മൾ കേരളത്തിലുള്ളവർ ഈ സൈഡിലാണ്, ഇടതുവശത്താണ് വയ്ക്കുന്നത്. ആ സൈഡ് വേണം നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വലതുവശത്താണ് ഹൂക്ക്, സോറി ഇടതുവശത്താണ് ഹൂക്ക്. അപ്പോൾ മുൻകഴുത്ത് അകലം എടുക്കുന്നത് ഇതാണ് നമ്മുടെ അകലം. അപ്പോൾ ഇതിനെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എൻഡ് എടുക്കില്ല, ഈ എൻഡിൽ നിന്ന് നമുക്ക് ടേപ്പ് അങ്ങ് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് മടക്കണം. മടക്കി നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ടേപ്പ് മടങ്ങുന്നത് കറക്റ്റ് വെച്ചിട്ട് ഈ ലെവലിന് ബോക്സുമാതിരി കിട്ടുന്ന എവിടെയെന്ന് നോക്കുമ്പോൾ 2.25 നമുക്കിവിടെ കിട്ടുന്നത് 2.25. ഓക്കെ, അപ്പോൾ അകലം നമ്മൾ 2.25 എടുത്തിട്ടുണ്ട്. ഇനി ഉയരം എത്രയാണെന്നറിയാൻ വേണ്ടി ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് നമ്മൾ മുന്നേ ബോക്സ് ചെയ്തില്ലായിരുന്നു, അതുപോലെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഹൂക്ക് കാണുന്നില്ല ഇവിടെ, ഓക്കെ ഇവിടെ വെച്ചാലേ കാണാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹൂക്കിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് മടക്കണം. ബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്
എന്നും പറഞ്ഞ് ഒരുപാടൊന്നും വലിച്ച് നീട്ടി കളയരുത്. നമുക്കിവിടെ 5.25 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുൻകഴുത്തിൻ്റെ ഉയരം ഈ ബ്ലൗസിന് 5.25 വന്നിട്ടുണ്ട്. ഇനി ആം ഹോള് ചെയ്യുമ്പോൾ ഈ ഇവിടെ എല്ലാം ബോക്സ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇനി ഇവിടെ ചെയ്യണം. ഇവിടെ ചെയ്യുന്നത് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ജോയിൻ്റ് ഉണ്ടല്ലോ, ഷോൾഡർ സ്ലീവും, ആ ജോയിൻറ്റിൻ്റെ അവിടെ തന്നെ ടേപ്പ് വെച്ചിട്ട് ഇവിടെയൊക്കെ ബോക്സ് ചെയ്ത പോലെ ഈ ആം ഹോളിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു ബോക്സ്. ഓക്കെ, കാണാമോ? 4.5 വന്നിട്ടുണ്ടല്ലോ. ശരി, ഇനി നമുക്ക് ആം ഹോളായി. ഇനി ഷോൾഡർ എത്ര എന്ന് നോക്കാമേ. ഓക്കെ, ഷോൾഡർ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഷോൾഡർ ദേ ഇവിടെ ഈ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ, ഈ ജോയിൻ്റ് സ്ലീവ് അറ്റാച്ച് ആവുന്ന വരെ, ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ എടുക്കുമ്പോൾ നമുക്ക് 2.5 കിട്ടുന്നുണ്ട്. ഈ 2.5ക്ക് ഇവിടെ ഈ സൈഡും തയ്യൽ തുമ്പ് വേണം, ഇവിടെ ഈ സൈഡും തയ്യൽ തുമ്പ് വേണം, ഈ സൈഡും തയ്യൽ തുമ്പ് വേണം. അപ്പോൾ നമ്മൾ എല്ലാത്തിനോടും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഷോൾഡറിൽ നമ്മൾ 2.5 + 1 ഒന്നല്ലല്ലോ, സോറി, 3 എടുക്കുന്നുണ്ട് മൊത്തത്തിൽ. കണ്ട, ഷോൾഡർ 3 വെച്ചിട്ടുണ്ട്. ഇനി പുറവശത്തെ ഉയരം, പുറവശം നമുക്ക് തയ്ക്കണമല്ലോ. ബാക്കിൻ്റെ ഉയരം എത്ര നോക്കാമേ. ഇതിനെ നല്ല രീതിയിൽ ചുരുക്കമുള്ള ബ്ലൗസായിരുന്നു ഇത് കേട്ടോ. ഇപ്പോഴും ചുരുങ്ങി തന്നെ കിടക്കുന്നത്. ഞങ്ങളുടെ അങ്ങോട്ടാണ്ട് വച്ചിട്ട് കണ്ടോ, നല്ല നീറ്റായിട്ട് വച്ചിട്ട് ഇത് ഒരുപാട് വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറവശം അളവ് കൂടിപ്പോവും. ഇത് ഇവിടെ തന്നെ കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് നമ്മളിവനെ കൊണ്ടുവന്ന് ഇവിടെ എത്രയിൽ വരുന്നെന്ന് നോക്കണം. എനിക്കിത് 7 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറവശത്തെ ഉയരം എത്രയാണ്? 7. അടുത്ത് കൈ ഏത് കൈ എടുത്താലും ഓക്കെ. എന്നാലും ഇതിനകത്തൊരു ടിപ്പുണ്ട്. നമ്മൾ ചിലവർ 2 കൈ 2 നീളം കാണുമായിരിക്കും. ടൈലർമാരുടെ കുഴപ്പമായതല്ല കേട്ടോ. അമ്മ ഇച്ചിരി നീളം വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, 7. അപ്പം നമ്മൾ കണ്ടോ, ഇത് 6.25, അത് 7. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊരു പോയിൻ്റ് കണ്ടുപിടിച്ചങ്ങ് ചെയ്യുക. അത് വേറെ വഴിയൊന്നുമില്ല. ഇപ്പം നമുക്ക് 7 ഉണ്ട്. 7ൻ്റെ കൂടെ നമ്മൾ കൈ മടക്കാൻ വേണ്ടി ഇത് കൈ എന്ത് ചെയ്യും? 7 എഴുതിയോ? 7ൻ്റെ കൂടെ നമ്മളിപ്പോൾ എത്ര ചേർക്കണം? സാധാ ബ്ലൗസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 എക്സ്ട്രാ കൊടുത്ത് 8 ആക്കണം. ഓക്കെ, 8, 1.5, 7, 8 വരണം. ഇതേ നമ്മൾ ലൈനിങ് ബ്ലൗസ് 7 എന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? 3/4 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി. നമുക്ക് 2 സൈഡും തയ്യൽ തുമ്പിന് ലൈനിങ് ആണെങ്കിൽ ലൈനിങ് തിരിച്ചിട്ടടിക്കുമല്ലേ. അപ്പം നമുക്കത് 7.25ൻ്റെ ആവശ്യമേ അതിനകത്ത് വരുന്നുള്ളൂ. ഇത് 2 എഴുതിയിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് 7.5 മതിയേ. അങ്ങനെ നമ്മുടെ കൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത് പടി എത്ര വരുമെന്നോ? ഈ പടിയാണ്, ഇതിൻ്റെ ലെങ്താണ് കാണാനുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ അല്ല കാണുന്നത്. ഈ ചുറ്റളവ് നമ്മൾ എത്ര എടുത്തിട്ടുണ്ട്? 10.5 വന്നിട്ടില്ലേ നമുക്ക് ചുറ്റളവ്? 10.5 വന്നിട്ടുണ്ട്. 10ൽ നിന്ന് 2 കുറച്ചാൽ എത്ര വരും? 8. അതാണ് നമ്മുടെ പടി. നമ്മൾ ശരി ഒരു 1/2 ഇഞ്ച് കൂടി ഇട്ടിട്ട് 9 എഴുതണം. അതാണ് നമ്മുടെ പടി. ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്യണമല്ലോ, ഡോട്ട് കപ്പ് ഷേപ്പൊക്കെ പിടിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ സൈഡുള്ളത് തന്നെ ഹൂക്കാണേ, ഈ സൈഡിന് ഫ്രണ്ട് എന്ന് പറയും. ഫസ്റ്റ് നമ്മൾ പിടിക്കുന്ന ഡോട്ട് ഇതാണ്. ഇതെത്ര വരും? ടേപ്പ് തിരിച്ചിട്ട് നോക്കി എങ്ങനെ കാണാനാ കൊച്ചേ? 4.5 വന്നിട്ടുണ്ട് നമുക്ക്. 4.5 അല്ല, 4.25 വരുന്നുണ്ട്. 4.25 വെച്ചേക്കാം. 4.25 ഫസ്റ്റ് ഡാട്ട് നമുക്ക് 4.25 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്രയൊക്കെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ മേൽവശം ഒരു 1/4 ഇഞ്ച് പോവും. ഇവിടെ മടക്കി അടിക്കുക ഒരു 1/2 ഇഞ്ച്, ഇവിടെ ഒരു 1/4 ഇഞ്ച്. അപ്പോൾ 3 ഇതുണ്ട് നമുക്ക്.
അപ്പോൾ ഇവിടെ ഒരു അര 2 കാലും ചേർത്ത് 1 4.5 പ്ലസ് 1 നമുക്കവിടെ 4.5 4.25 പ്ലസ് 1 5.25 അളവ് കിട്ടുന്നുണ്ട്. ഇനി ഈ ഫ്രണ്ടിന് എത്ര ഡാട്ട് പിടിക്കും? ഫ്രണ്ടിൻ്റെ പിടിക്കുന്നത് ഇപ്പോൾ അമ്മ ഒരുപാട് സ്റ്റൗട്ടല്ല, എന്നാൽ ரொம்ப അധികം മെലിഞ്ഞിട്ടുമല്ല, മീഡിയം. അപ്പം നമ്മൾ മീഡിയം ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് വേണം എടുക്കാൻ മാർക്കിങ്. സെൻറ്ററിൽ ഇരുന്ന് നമ്മുടെ ഈ ഡാട്ട് പിടിച്ചിട്ടുണ്ടല്ലോ അതുവരെ നല്ല രീതിയിൽ വളച്ച് പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇതിൽ 11.5 വന്നിട്ടുണ്ട് കേട്ടോ. 11.5 അര ഇഞ്ച് മേലും താഴും തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 11.5 പ്ലസ് അര നമ്മൾ മൊത്തം ഇത് 12 കൊടുക്കാം. അത് കഴിഞ്ഞ് ഇനി ഈ സൈഡ് എത്ര വരുന്നതെന്ന് നോക്കാം. സൈഡ് നോക്കുന്ന ആം ഹോൾ ജോയിൻറ്റിൻ്റെ അവിടുന്ന് ഈ പടി ജോയിൻറ്റ് ചെയ്തേക്കുന്നില്ലേ ആ തയ്യൽ വരെ എത്ര വരുന്നുണ്ടെന്ന് 5.25 വരുന്നുണ്ട്. 5.25 കൂടെ നമ്മളൊരു അര ഇഞ്ച് ചേർക്കുന്നുണ്ട്, പോയിട്ട് 6.25. അപ്പോൾ 6.25 നമ്മുടെ ആ അളവ്. ഇനി നമുക്ക് കാണാനുള്ളത് നമുക്ക് ഇവിടുത്തെ പടി തയ്ക്കണ്ടേ. ഈ പടി തയ്ക്കാനായിട്ട് നമ്മൾ 3 അളവെടുക്കും. ഈ സൈഡിലെ അളവും പിന്നെ ഇവിടെ ഡോട്ട് പിടിച്ചേക്കുന്നില്ല അതും താഴോട്ടുള്ള അളവും പിന്നെ ഈ ലാസ്റ്റ് ഉള്ളത് ഇവിടുന്ന് താഴോട്ടുള്ള അളവ്. ഈ 3 അളവ് എഴുതി വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യും. നമുക്കിവിടെ 3 വന്നിട്ടുണ്ട്. ഇവിടെ 3, ഇവിടെ നല്ല ചുരുക്കമുണ്ട്, അതുകൊണ്ട് നല്ലോണം വലിച്ചു പിടിച്ചു. 3 2.25 2.5 പടിയുടെ ഇതാണ് ഇത്. 3 2.25 2.5. ഇതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന എത്ര വെച്ചാണ്? 3/4. എല്ലാത്തിനും 3/4 അപ്പോൾ പോകാൻ നമുക്ക് കിട്ടുന്നത് ഇവിടെ 3.25, ഇവിടെ 2.5 3 3.5, ഇവിടെ 2.5 3.25. അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് എങ്ങനെ എടുക്കുന്നത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്തോന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ അളവെടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ അളവെടുക്കുന്നത്. ഇപ്പോൾ പല രീതിയിൽ അളവെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് സെർച്ച് ചെയ്യുക, നമുക്ക് ഏതാണ് ഓക്കെ എന്ന് തോന്നുന്നത് നമുക്ക് ഫോളോ ചെയ്യാം. എനിക്ക് പിന്നെ പഠിപ്പിച്ച് തന്ന പഠിക്കാൻ പോയെടുത്ത് നമുക്ക് ഇതാണെന്ന് വെച്ച് പറഞ്ഞു തന്നത്. അത് തന്നെയാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഞാൻ നാത്തൂനൊക്കെ പഠിച്ചെടുത്ത് വേറെ മാതിരി പറഞ്ഞു കൊടുത്തു, അതും ഞാൻ നോക്കി. പക്ഷേ നമുക്ക് ഇതല്ലേ സ്റ്റാർട്ടിങ്ങിൽ വന്നുകൊണ്ട് ഇത് കൈവിട്ട് കളിയില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ അളവെടുക്കുന്ന വീഡിയോ ഇത്രയാണ് ഉള്ളത്. എങ്ങനെ അളവെടുക്കുന്നതിന് നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലിടൂ, ഞാൻ കമൻറ്റ് ചെയ്യും, മറുപടി പറയുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഇടാം. ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക് യു ഫ്രണ്ട്സ്.